മഹാനായ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ്. ധാരാളം സഹാബികളെ കണ്ടിട്ടുണ്ട്, സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അടിമയായിരുന്നു, പിന്നീട് ആരോ മോചിപ്പിച്ചതാണ്. അടിമക്കുട്ടിയാണ്. കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാക്കയെപ്പോലെ കറുത്ത കുട്ടി. അത്രക്ക് കറുപ്പായിരുന്നു. കണ്ണിന് തകരാറുണ്ടായിരുന്നു. 2 കണ്ണുകൾക്കും ചെറിയ ചില തകരാറുകളുണ്ടായിരുന്നു. മുടി ചുരുണ്ട് 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 കാണാൻ സാധാരണ മനുഷ്യൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാണാൻ ഭംഗിയില്ലാത്തൊരു കുട്ടി. ആരും പരിഗണിക്കുകയില്ല. ഫക്കീറത്തായൊരു ഉപ്പ നേരത്തെ മരിച്ചുപോയി. ആ കുടുംബത്തിൽ ആ കുട്ടി ലോകം അറിയപ്പെടുമോ? പക്ഷേ പിന്നീട് സംഭവിച്ചത്, ആ ഉമ്മ പറഞ്ഞു, മോനെ, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു പ്രകൃതമാണ്. എൻ്റെ കുട്ടി ഇൽമു പഠിച്ചു, ദീന് പഠിക്ക്, എങ്കിൽ ലോകം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇൽമു നേടാൻ പറഞ്ഞു. അന്നിറങ്ങിയതാണ് ആ കുട്ടി. ഉമ്മാൻ്റെ വാക്കും പ്രാർത്ഥനയും കേട്ടിറങ്ങിയതാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഖലീഫയായിരുന്ന സമയത്ത്, ഹാറൂൺ റഷീദ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ശരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഖലീഫയാണ്. അദ്ദേഹം തൻ്റെ 2 മക്കളോട് ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, മക്കളെ, ഇൽമു നേടിക്കോ, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഖലീഫ മക്കളോട് പറയാൻ സാധാരണ പറയാത്തത്, ദീനിൽ അറിവ് നേടിക്കോ. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചു. അതാ ഇബ്നു അബി റബാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഹജ്ജിൻ്റെ മസലകളിൽ ചില സംശയമുണ്ട്. ഇത് ദൂരീകരിക്കണം. എവിടെ ആളെ കാണാൻ പറ്റും? കഅബയിൽ കാണാമെന്ന് പറഞ്ഞു. പോയി നോക്കിയപ്പോൾ അതാ ഇബ്നു അബി റബാഹ് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ്. സുദീർഘമായ നിസ്കാരം. ഖലീഫ പിറകിൽ നിൽക്കുകയാണ്, 2 മക്കളും ബാക്കിൽ. അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഖലീഫയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകിൽ കാത്തു നിൽക്കുകയാണ് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ. കാക്കയെപ്പോലെ കറുത്ത ഉയരം കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ്റെ പിറകിൽ മുന്നിൽ പോയി പോലും നിൽക്കാൻ ധൈര്യം കാണിച്ചില്ല. ബാക്കിൽ നിന്നാണ്. സലാം വീട്ടി പിറകുന്ന ചോദ്യം, ഉത്തരം കാബയിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. കാബയുടെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, മലിക്കുകളെയോ സുൽത്താൻ്റെയോ കൊട്ടാരങ്ങളിലേക്ക് പോയിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ കൈകളിലുള്ളത് ആഗ്രഹിച്ചിരുന്നില്ല. ദുനിയാവിൽ ഒന്നും ആഗ്രഹിക്കാത്ത, വേണമെങ്കിൽ അദ്ദേഹത്തിന് സുൽത്താനാണ് പുറകിൽ വന്ന് നിൽക്കുന്നത്, പക്ഷേ തിരിഞ്ഞു പോലും നോക്കാതെ ആ ചോദ്യത്തിന് ആൻസർ മാത്രം പറഞ്ഞു. പല മസലകളും ചോദിച്ചു, അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് സുൽത്താൻ പറയുന്നത്, മോനെ, മക്കളെ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്ര ചെറുതായിപ്പോയി. സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഇങ്ങനെ താഴ്ന്ന് വിനയത്തോടു കൂടി നിൽക്കുകയാണ് ഒരു കാക്കയെപ്പോലെ കറുത്തൊരു മനുഷ്യൻ്റെ പിറകിൽ. എന്താ കാരണം? ഇൽമാണ്. കാരണം എല്ലാവരും ഭവ്യതയോടുകൂടി ഇടത്തും വലത്തും കാത്തിരിക്കുകയാണ് ആ മനുഷ്യനെ. അവിടെ മുന്നോട്ട് കയറാൻ ധൈര്യപ്പെട്ടില്ല എന്നാണ്. ആ അവസ്ഥയിലേക്ക് ആ മകനെ എത്തിച്ചത് ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ്, ഉമ്മാൻ്റെ നിർദ്ദേശമാണ്. അത്തരത്തിലുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിൽ മക്കളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. നാട്ടിൽ നല്ല നല്ല പണ്ഡിതന്മാരും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളും ഉണ്ടാകാൻ വേണ്ടി. അതിലൊന്ന് നമ്മുടെ മക്കളാവണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.